നല്ല നാടൻ കുഴലപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഇന്ന് ഞാനിത് ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഷേപ്പിലൊരു മാറ്റമുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഈ കുഴലപ്പത്തിന്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കുഴലപ്പം എന്നാണ് ഇതിന് ഞങ്ങൾ സാധാരണയായിട്ട് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കറുമുറാന്ന് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ പഴവും പഞ്ചസാരയും തേങ്ങയും ഒക്കെ ചേർത്ത് കുഴച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കുഴലപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോഗ്രാം മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മൈദ നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മൈദയൊക്കെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാവും. മഴക്കാലത്ത് മാത്രമല്ല, എല്ലാ സമയത്തും അരിച്ചിട്ടെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ മഴക്കാലത്ത് കീടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 1/2 കിലോഗ്രാം മൈദ മുഴുവനായിട്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 3 ചെറിയ കഷ്ണം ശർക്കര ഒരു സോസ് പാനിലേക്ക് എടുക്കുകയാണ്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 3ഉം കൂടി ഏകദേശം ഒരു 75 ഗ്രാം അല്ലെങ്കിൽ ഒരു മാക്സിമം 100 ഗ്രാം അത്രേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ശർക്കര ഇവിടെ നന്നായിട്ട് തിളച്ച് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. ശർക്കര മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വറ്റാനൊന്നും നിൽക്കണ്ട. മുഴുവൻ മെൽറ്റായ ഉടനെ തന്നെ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കുകയാണ്. ശർക്കര കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു വലിയ ബൗളിലേക്ക് അതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കാം. 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് എള്ള്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളവും മുട്ടയും പിന്നെ ശർക്കര മെൽറ്റ് ചെയ്തതും ഇതിനൊക്കെ കൂടിയിട്ട് 1/2 കിലോഗ്രാം മൈദ ഏകദേശം കറക്റ്റാണ്. അപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മൈദ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. കാരണം ലൂസായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാനും അതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പാകത്തിന് മൈദ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ നല്ല സ്മൂത്തായിട്ട് കുഴക്കാനും ശ്രദ്ധിക്കുക. ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ടും കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പരത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഒരല്പം വലിയ ഉരുളയാണ് ഞാൻ എടുക്കുന്നത്. ഒരു വലിയ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് പരത്തണം. പേപ്പർ പോലെ ഇരിക്കണം. പരത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ മറ്റേ വശം കാണാൻ പറ്റണം. അത്രയും നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നമ്മൾ എത്ര നൈസായിട്ട് പരത്തിയെടുക്കുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്നിരിക്കും കുഴലപ്പം. അപ്പോൾ മാവിൻ്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ കുഴലപ്പം നന്നാവില്ല, ഭയങ്കര ഹാർഡായിരിക്കും. അതുപോലെ തിന്നാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എത്ര കഴിയുന്നതോ അത്രയും നേരിയതായിട്ടിത് പരത്തിയെടുക്കുക. ഞാനിത് വളരെ നേരിയതായിട്ട് നല്ല പേപ്പർ പോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ വലിപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ചെറിയ കുഴലപ്പാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. വലുതാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു അല്പം വലിയ കുഴലപ്പത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അധികം വലിപ്പമില്ല, ഒരു മീഡിയം വലിപ്പത്തിൽ. അപ്പോൾ ചെറിയ കുഴലപ്പം വേണമെന്നുള്ളവർ ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഇതെടുത്തിട്ട് ഇതുപോലെ എതിർവശത്തുള്ള 2 അറ്റവും ഇതുപോലെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതായത് 2 വശത്തുള്ള കോണും പിടിച്ചിട്ട് ഇതുപോലെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കുഴലപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ചില സ്ഥലങ്ങളിൽ കുഴലപ്പം ശരിക്കും കുഴൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണാം. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ഇതുപോലെയാണ് കുഴലപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ കുഴലപ്പം നമുക്ക് ഇതുപോലൊരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ മാവും പരത്തി കട്ട് ചെയ്ത് കുഴലപ്പം ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് വശങ്ങളും ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുക. രണ്ട് കോണും ഒരുമിച്ച് ഒട്ടിച്ച് എടുക്കുക. മുഴുവൻ മാവും കുഴലപ്പം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. കുഴലപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് അധികം ഒഴിക്കണം, ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിപ്പോൾ കുറച്ചധികം കുഴലപ്പുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ പാത്രമാണെങ്കിൽ ഇത്രയും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ വലിയ പാത്രമായതുകൊണ്ട് കുറേ ഓയിലിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ ചെറിയ ചീനച്ചട്ടിയോ മറ്റോ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കുഴലപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സമയം ഒരുപാട് കുഴലപ്പം ഇട്ട് കൊടുക്കരുത്. ഈ എണ്ണയിൽ കൊള്ളുന്ന അത്രയും, അതായത് എല്ലാ കുഴലപ്പത്തിനും നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴലപ്പം നന്നാവില്ല. ചില സ്ഥലങ്ങളിൽ വേവാത്ത പോലെയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് അധികം ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ പൊരിക്കാവൂ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ഉള്ളൊന്നും അധികം വേവാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. മാത്രമല്ല പെട്ടെന്ന് കുഴലപ്പം ചീത്തയായി പോകും. ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി വറുത്ത് കോരുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം, അതായത് മാസങ്ങളോളം ഈ കുഴലപ്പം നമുക്ക് ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാലും എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊടിഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. പിന്നെ അധികം ബ്രൗൺ ആവാൻ നിൽക്കരുത്. കൂടുതൽ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റണം. അധികം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടമാവും, നല്ലൊരു രുചി കിട്ടില്ല. ഇതിൽ നല്ലോണം എള്ള് ചേർത്തിട്ടുണ്ട്. എള്ള് ഇത്രയും ആവശ്യമില്ലാത്തവർക്ക് എള്ളിൻ്റെ അളവ് കുറക്കാം, അല്ലെങ്കിൽ എള്ള് ചേർക്കാതെയും ഉണ്ടാക്കാം. നമ്മുടെ കുഴലപ്പം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതായത് നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം, അതായത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള കുഴലപ്പം മുഴുവനും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ടാണ് കുഴലപ്പം പൊരിച്ചെടുക്കുക. പണ്ട് കാലത്തൊന്നല്ല, ഇപ്പോഴും കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ അത്ര അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പാൻ വെച്ചു. അപ്പോൾ ഇതിലും കുറച്ചായി ഉണ്ടാക്കുന്നുള്ളെങ്കിൽ ചെറിയ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ കുറച്ചധികം എണ്ണയുണ്ട്, കാരണം നമുക്ക് ഫ്രൈ ചെയ്ത എണ്ണ പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ കുഴലപ്പം മുഴുവനും ഞാനിവിടെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കറുമുറാന്നിരിക്കും. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയൊരു കുഴലപ്പമാണ്. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പാകത്തിലിരിക്കണം. അപ്പോൾ നമുക്കിത് വെറുതെ ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴം കൂട്ടിയിട്ട്, അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ പഴവും തേങ്ങയും പഞ്ചസാരയും ഒരുമിച്ച് ഇട്ട് കുഴലപ്പം പൊടിച്ച് അതിൽ ചേർത്തിട്ട് കുഴച്ചിട്ടും കഴിക്കാം. അങ്ങനെ പല രീതിയിലും കഴിക്കാം. അങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി കുഴലപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.